കാസർഗോഡ് തൃക്കരിപ്പൂരിൽ പിതാവ് ജീവനൊടുക്കാൻ കാരണം CPIM പ്രാദേശിക നേതാക്കളുടെ ഭീഷണിയാണെന്ന പരാതിയുമായി മക്കൾ രംഗത്ത്. ഇടയിലക്കാട് സ്വദേശി പവിത്രന്റെ മക്കളാണ് CPIM നേതൃത്വത്തിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. ചില നേതാക്കളിൽ നിന്ന് പിതാവിന് മാനസിക പീഡനം ഉണ്ടായെന്നും ജീവനോപാധി ഇല്ലാതാക്കിയതാണ് മരണകാരണമെന്നും ചൂണ്ടിക്കാട്ടി മകൾ അഖിലയാണ് ചന്ദേര പോലീസിൽ പരാതി നൽകിയത്. വലിയപറമ്പ് പഞ്ചായത്തിലെ ഇടയലക്കാട്ടിൽ വീടിനോട് ചേർന്നുള്ള ഷെഡുകളിൽ 36 വർഷമായി കോഴിഫാം നടത്തിവരികയായിരുന്ന പവിത്രനെ കഴിഞ്ഞ മാസം 22-നാണ് ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. 2 വർഷത്തോളമായി കോഴിഫാമിനെതിരെ CPIM പ്രാദേശിക നേതാവിന്റെ നേതൃത്വത്തിൽ പലയിടങ്ങളിലായി പരാതി നൽകിയിരുന്നു. ഇതോടെ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടി CPIM ഭരിക്കുന്ന വലിയപറമ്പ് പഞ്ചായത്ത് കോഴിഫാം അടച്ചുപൂട്ടി. പൊല്യൂഷൻ്റെ തരാണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്, കൂടാതെ മണ്ണിര കമ്പോസ്റ്റിൻ്റെ സാധനങ്ങൾ അച്ഛൻ കെട്ടിയിട്ടിട്ടുണ്ട്. ഇതെല്ലാം ഒരു ഫാമിന് കൃത്യമായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ അത് കൃത്യമായിട്ട് എൻ്റെ വീട്ടിലുണ്ട്. അതുകൂടാതെ 20 മീറ്റർ ചുറ്റളവിലാണ് ആൾക്കാരെ വേണ്ടതെന്ന് പറയുന്നത്. അത് ഒരൊറ്റ വീടേ ഇല്ലൂ, അത് നമ്മളെ തറവാട് വീടുവാണില്ലത്. കോഴിഫാമിനെതിരെ പരാതി നൽകിയവരുമായി സ്വത്ത് കേസ് നിലനിൽക്കുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി മൂലം പവിത്രൻ മരിച്ചെന്ന് പ്രചരിപ്പിക്കാനാണ് പഞ്ചായത്ത് ഭരണസമിതി അടക്കം ശ്രമിക്കുന്നതെന്നും കുടുംബം ആരോപിച്ചു. ഇതിനിപ്പോൾ വലിയ ആ സ്ഥലത്തിന് നമുക്ക് എതിരെ നിൽക്കുന്നുണ്ട് എനിക്ക് നല്ല സംശയമുണ്ട്. എന്നുവെച്ചാൽ ആ ഒരു പ്രഷറിൽ മാത്രം അച്ഛൻ ഇങ്ങനെ ചെയ്തത്. ഫാമിന് വേണ്ടിയിട്ട് അച്ഛൻ ഇത്രയും കാര്യങ്ങളിങ്ങനെ ഇത്രയും ഞെരുങ്ങിയിട്ട് അച്ഛൻ ഈ 36 വർഷമായി നടത്തുന്നത്. ഇത്രയും കാലം ആ ഏരിയയിൽ ഒരാളുണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പം ഈ 2 കൊല്ലമായിട്ട് പഞ്ചായത്തുകാർ, ഹെൽത്തിൻ്റെ പിന്നെ പൊല്യൂഷൻ്റെ ആൾക്കാർ ഒരു ദിവസവും ഈ വീട്ടിൽ വരും. പവിത്രന്റെ മരണത്തിൽ സംശയമുണ്ടെന്നും സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടാണ് മകൾ അഖില ചന്ദേര പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ ഫാമിനെതിരെ നിരന്തരം പരാതി ഉയർന്നിട്ടും പവിത്രനെ സഹായിക്കുന്ന സമീപനമാണ് വലിയപറമ്പ് പഞ്ചായത്ത് സ്വീകരിച്ചതെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ന്യൂസ് മലയാളം, കാസർഗോഡ്.